ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിൻ്റെ വീഡിയോ ആണ്. എല്ലാവരുടെ വീട്ടിലും മണി പ്ലാന്റിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് എന്തായാലും ഉണ്ടാവും. അത്രയും സിമ്പിളായിട്ട് ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. പൂക്കളില്ലെങ്കിലും നമ്മളെ വീടിനെ തന്നെ, നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടിനെയും തന്നെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. മണി പ്ലാന്റും പത്തോസ് വെറൈറ്റിയും ഏതാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ പല വെറൈറ്റിയിലുള്ള മണി പ്ലാന്റുകളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് മാർബിൾ ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നിയോൺ പോത്തോസ് ഉണ്ട്. പിന്നീട് നമ്മളടുത്ത് വരുന്നത് എൻജോയ് പോത്തോസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ മണി പ്ലാന്റ് നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ പോട്ടിലാക്കിയിട്ട് നമുക്ക് നല്ല ബുഷിയായിട്ട് വലിപ്പം വെക്കാതെ ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ലെങ്ത്തിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഹാങ്ങിങ് നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ്. നല്ലൊരു പോട്ട് നോക്കി ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത്തിൽ പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്നതാണ്. യാതൊരു വിധത്തിലുള്ള വളപ്രയോഗങ്ങളൊന്നും ഈ മണി പ്ലാന്റിന് വേണ്ട. നമുക്കറിയാം വാട്ടർ പ്ലാന്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട്. ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് ഏത് രീതിയിലും എങ്ങനെ വേണമെങ്കിലും മണി പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഹാങ്ങിങ് ആയിട്ടും കുറച്ച് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്ത മണി പ്ലാന്റ് ഒക്കെ നല്ല ലെങ്ത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇത് നമ്മൾ എൻജോയ് പോത്തോസ് ആണ്. ഗോൾഡൻ മണി പ്ലാന്റ് എല്ലാ തരത്തിലുള്ള മണി പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതിന് കുറച്ച് പീസ് മണി പ്ലാന്റ് നമ്മൾ എടുത്തിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു കട്ട് ചെയ്തിട്ട് പല ഷേപ്പിലൊക്കെ ആക്കി വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ലെങ്ത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മണി പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വലിയ പീസ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പല പീസുകളാക്കിയിട്ട് മാറ്റാവുന്നതാണ്. നമ്മൾ ഈ ഒരു മണി പ്ലാന്റിൻ്റെ ആ ഒരു ചെടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോ ലീഫിന് ശേഷം ലീഫ് നോഡിൻ്റെ ബാക്കിലായിട്ട് വേരുണ്ട്. അപ്പോൾ നമ്മൾ ഏത് തരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ്. 2-3 വെറൈറ്റി മണി പ്ലാന്റ് എടുത്തിട്ടുണ്ട്. എൻജോയ് പോത്തോസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ മണി പ്ലാന്റും എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനായിട്ട് ഈ ഒരു ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല റെഡ് കളറിലുള്ള പോട്ടാണ്. ലീഫിന് നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറും അതുപോലെ തന്നെ വൈറ്റും കൂടി വരും. നമ്മളെ പോട്ടിന് റെഡ് കളറും ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളൊരു കലാത്തിയ പ്ലാന്റ് ഉണ്ട്. കലാത്തിയ പിൻട്രസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ചട്ടീൻ്റെ സൈഡിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. വെർട്ടിക്കൽ ഗാർഡനിൽ പോട്ടുകൾ വരുന്നത് ഈ ഒരു തരത്തിലുള്ള പോട്ടുകളാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രയും പീസുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോട്ട് നിറച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ തന്നെ നമ്മളെ ഗാർഡനിങ് സോയിലും കുറച്ച് ചാണകപ്പൊടിയും കൂടി മാത്രമേ ഉള്ളൂ മിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിന് വളർന്നു കഴിഞ്ഞ് ഒരു ബുഷി ആകുമ്പോഴാണ് ഭംഗി കൂടുതലായിട്ട്. പുതിയ പുതിയ ലീഫ് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ വെച്ച് കൊടുത്ത മണി പ്ലാന്റ് കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളതാണ് ഈ രീതിയിലുള്ളത് മൊത്തം. ചെറിയൊരു മണി പ്ലാന്റിൻ്റെ പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് മാറ്റി മാറ്റി പല രീതിയിൽ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഹാങ്ങിങ് ആയിട്ട് അതുപോലെ തന്നെ ഒരു പോസ്റ്റ് വെച്ചിട്ട് അതിൽ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പിൽ, റിംഗ് ഷേപ്പിൽ ഏത് തരത്തിലും നമുക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് മണി പ്ലാന്റും കൂടി ഉണ്ട്. അതൊന്നും എനിക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റായിട്ട് നമുക്ക് ഈസി ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. എന്താണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കളക്ഷൻസ്. ഇൻഡോർ ആകുമ്പോൾ ഒരുപാട് തൂങ്ങിക്കിടക്കാത്തായിരിക്കും ഭംഗി. കാരണം നമ്മളെ വീടിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് രീതിയിലും വെച്ച് കൊടുക്കാം. വാട്ടർ പ്ലാന്റ് ആയിട്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറച്ച് കളക്ഷൻസാണിത്. ബാൽക്കണി ഏരിയയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.